ഇപ്പോഴാണ് നമ്മൾ ഹിസ്റ്ററി തുടങ്ങാൻ പോകുന്നത് അല്ലേ. ഇതിനു മുൻപ് നിങ്ങൾക്ക് ആർക്കും തന്നെ ബ്രിട്ടൻ ഹിസ്റ്ററിനെ പറ്റി ഒരു അറിവും ഉണ്ടാവില്ല അല്ലെ, ഒരു ബേസിക്കും ഇല്ലാതെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഹിസ്റ്ററി ക്ലാസ്സിൽ അല്ലെ ഹിസ്റ്ററി ക്ലാസ് നോക്കുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടൻ ഹിസ്റ്ററിയുടെ ചരിത്രം എല്ലാം നോക്കാൻ പോകുന്നത് ഇപ്പോഴാണ്. സോ ഈ ലെസണിൽ നമ്മൾ ബേസിക് ആണ് ആക്ച്വലി അറിയാൻ പോകുന്നത്. ഓക്കെ, ആ ബേസിക് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ബ്രിട്ടീഷ് ഐൽസ്. ബ്രിട്ടീഷ് ഐൽസ് എന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. അതിൽ തന്നെ അറിയാമല്ലേ, ഐൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഐലൻഡുകളാണ്. ഐലൻഡുകളെയാണ് നമ്മൾ ഐൽസ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ബ്രിട്ടന്റെ ബേസിക് ആയിട്ടുള്ള ഹിസ്റ്ററി എങ്ങനെയാണ്, ഏതാണ്, എല്ലാം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, ഒരു ജസ്റ്റ് ഒരു തിരിഞ്ഞ നോട്ടം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കുകയാണ് ഇതിനെ പറ്റിയിട്ട്, ഇതിന്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ലെസണിലാണ്. സോ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ലെസണിന് നിങ്ങൾ മച്ച് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമേ ഇനിയുള്ള ലെസൺ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. കാരണം ഇത് വേറെ ഏത് സബ്ജക്റ്റും അല്ല, ഹിസ്റ്ററിയാണ്. സോ ഈ ഒരു ലെസൺ നേരെ കേൾക്കാതെ, അതായത് ബേസിക് നേരെ കേൾക്കാതെ നിങ്ങൾ ഡയറക്റ്റ് എന്താണ് മെയിൻ ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അപ്പൊ നമ്മൾ സംശയിക്കും ഇതെങ്ങനെയാ അതെങ്ങനെയെന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ആദ്യം തന്നെ നിങ്ങൾ ഇതിന്റെ ബേസ് ആണ് പഠിച്ചെടുക്കാൻ നോക്കേണ്ടത്, മനസ്സിലാക്കി എടുക്കാൻ നോക്കേണ്ടത്. ഓക്കെ, സോ പഠിച്ചില്ലെങ്കിലും ക്ലാസ് കേട്ടിരിക്കുക, മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, സോ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ബ്രിട്ടീഷ് ഐൽസ് അല്ലേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ബ്രിട്ടീഷ് ഐൽസ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐലൻഡുകളാണ് അല്ലേ. സോ ഈ ഒരു ലെസണിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ബ്രിട്ടീഷ് ഐൽസ്. ഈ ബ്രിട്ടീഷ് ഐൽസിൽ ഇൻക്ലൂഡ് ചെയ്ത ഐലൻഡുകൾ ഏതെല്ലാമാണ്, ആ ഐലൻഡുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം, ബ്രിട്ടീഷ് ഐൽസ് സ്ഥിതി ചെയ്യുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. ഓക്കെ, നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിൽ സ്ഥിതി ചെയ്യുന്ന എ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്, ഒരു കൂട്ടം ഐലൻഡുകളെയാണ് നമ്മൾ മൊത്തമായിട്ടും എന്ത് വിളിക്കുക? ബ്രിട്ടീഷ് ഐൽസ് എന്ന് വിളിക്കുക. അതായത് ഒന്ന് രണ്ട് ഐലൻഡുകളൊന്നുമല്ല, ഏകദേശം 5000-ഓളം വരുന്ന ചെറുതും വലുതുമായ ഐലൻഡുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബ്രിട്ടീഷ് ഐൽസ് എന്ന് വിളിക്കുക. ഇത് എവിടെയാണ്? നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിലാണ് കേട്ടോ. 5000-ഓളം വരുന്ന ചെറുതും വലുതുമായ ഐലൻഡുകളെയാണ് നമ്മൾ ബ്രിട്ടീഷ് ഐൽസ് എന്ന് മൊത്തമായിട്ടും വിളിക്കുക. ഓക്കെ, സോ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹെബ്രിഡ്ജ്, ദി ഷെറ്റ്ലാൻഡ്, ഇത്തരത്തിലുള്ള ഒരുപാട് ഐലൻഡുകളാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. പക്ഷെ ഈ എല്ലാ ഐലൻഡുകളെയും നമ്മൾ ഈ ബ്രിട്ടീഷ് ഐൽസിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ച് ഐലൻഡുകളെയൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിനെയാണ്, ഈ 5000-ൽ നിന്നും കുറച്ച് ഐലൻഡുകളെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഐലൻഡുകളെയാണ് നമ്മൾ മുഴുവനായിട്ടും ബ്രിട്ടീഷ് ഐൽസ് എന്ന് പറയാം. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ നേരത്തെ പോലെ ഹെബ്രിഡ്സ്, മാത്രമല്ല ഷെറ്റ്ലാൻഡ്, ദി ഓൺ കീസ്, ദി ഐൽസ് ഓഫ് മാൻ, ദി ഐൽസ് ഓഫ് വൈറ്റ് എന്നൊക്കെ പറയുന്ന ഈ ഐലൻഡുകളെല്ലാം തന്നെ ബ്രിട്ടീഷ് ഐൽസ് ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, നമുക്കിനി നോക്കാം യുണൈറ്റഡ് കിങ്ഡം. നമ്മളിനി യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇപ്രാവശ്യം ഇനി നോക്കാൻ പോകുന്നത്. ബ്രിട്ടീഷ് ഐൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. എ ഗ്രൂപ്പ് ഓഫ് islands which are situated in the North Atlantic Ocean. മനസ്സിലായല്ലോ, നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൂട്ടം ഐലൻഡുകളെയാണ് നമ്മൾ മുഴുവനായിട്ടും എന്ത് വിളിക്കുക? 5000-ഓളം വരുന്ന ചെറുതും വലുതുമായ ഐലൻഡുകളെയാണ് നമ്മൾ ബ്രിട്ടീഷ് ഐൽസ് എന്ന് വിളിക്കുക. ഓക്കെ, അതിന് കുറച്ച് എക്സാമ്പിൾസും നിങ്ങൾ അത് പഠിച്ചു വെച്ചോളൂ. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഈ യുണൈറ്റഡ് കിങ്ഡം, UK എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് ഐൽസിലെ ഒന്നാണ്. ഓക്കെ, ബ്രിട്ടീഷ് ഐൽസിലെ ഒരു ഐലൻഡാണ് നമ്മൾ യുണൈറ്റഡ് കിങ്ഡം എന്ന് വിളിക്കുക. ഈ യുണൈറ്റഡ് കിങ്ഡം തന്നെ 4 ജോഗ്രഫിക്കൽ പാർട്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ഇനിയിപ്പോ പഠിക്കും. ഓക്കെ, ഇപ്പൊ തന്നെ നമ്മൾ ബ്രീഫ് ആയിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ യുണൈറ്റഡ് കിങ്ഡം എവിടെയാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്, അതായത് അതിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ എവിടെയാണെന്ന് നമ്മൾ നോക്കുമ്പോൾ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ വെസ്റ്റ് സൈഡ് നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനും ഈസ്റ്റ് സൈഡ് നോർത്ത് സീയും, മാത്രമല്ല ഇംഗ്ലീഷ് ചാനലിന്റെ നോർത്ത് ഭാഗവും ഫ്രാൻസിന്റെ നോർത്ത് ഭാഗവും. ഓക്കെ, ഫ്രാൻസിന്റെയും നോർത്ത് സൈഡ്, ഇതാണ് ദി എക്സാക്ട് ലൊക്കേഷൻ ഓഫ് യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം. ഉറപ്പായിട്ടും നമുക്ക് ഇതിനെപ്പറ്റി എസ്സേ ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ദി എക്സാക്ട് ലൊക്കേഷൻ
ലൊക്കേഷൻ ഓഫ് യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ ഈ ബ്രിട്ടീഷ് ഐൽസ്, ഞാൻ പറഞ്ഞല്ലോ 5000-ഓളം വരുന്ന ബ്രിട്ടീഷ് ഐൽസിനെ ആക്ച്വലി 2 ഇൻഡിപെൻഡന്റ് കൺട്രി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രധാനപ്പെട്ട ഈ ബ്രിട്ടീഷ് ഐൽസിന്റെ കൂട്ടത്തിൽ നിന്നും 2 പ്രധാനപ്പെട്ട കൺട്രീസ്, ഇൻഡിപെൻഡന്റ് കൺട്രീസ് ആയിട്ട് 2 എണ്ണത്തിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലെ ഒന്നാണ് യുണൈറ്റഡ് കിങ്ഡം, മറ്റൊന്നാണ് റിപ്പബ്ലിക് ഓഫ് അയർലാൻഡ്. ഓക്കെ, ഇങ്ങനെ ഈ ബ്രിട്ടീഷ് ഐൽസിനെ തന്നെ 2ആയി മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത 2 ഇൻഡിപെൻഡന്റ് കൺട്രിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ യുണൈറ്റഡ് കിങ്ഡവും മറ്റൊന്ന് എന്താണ് റിപ്പബ്ലിക് ഓഫ് അയർലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ യുകെന്റെ എക്സാക്ട് ലൊക്കേഷൻ ഏതാന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്ക് യുകെ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് ബോർഡർ ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഐലൻഡുകളുമായിട്ടാണ് ബോർഡർ ഷെയർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ഈ ഐലൻഡുകളൊക്കെ നിൽക്കുന്നത് എവിടെയാണ്? ഇതിന്റെയൊക്കെ ചുറ്റിലും എന്താ? കടലാണ് ഇതിന്റെ ചുറ്റിലും. ഓക്കെ, സോ ബോർഡറിന്റെ ഇഷ്യൂ വരുമ്പോൾ യുകെ ആകെ ഒരേ ഒരാളുമായിട്ടുമാണ് ലാൻഡ് ബോർഡർ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നത് ആരുമായിട്ട് മാത്രമാണ്? അയർലാൻഡുമായിട്ട് മാത്രമാണ് യുകെ ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, ലാൻഡ് ബോർഡർ. ഓക്കെ, മറ്റുള്ള തരത്തിൽ അതായത് ജലസ്രോതസ്സുകൾ കൊണ്ടുള്ള ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളാണ് ഫ്രാൻസ്, ജർമ്മനി, ഡെൻമാർക്ക്, ബെൽജിയം എന്നീ തരത്തിലുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ യുകെ ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നില്ല. പക്ഷെ മാരിടൈം ബോർഡേഴ്സ് യുകെ ഷെയർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യുകെ ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നത് അയർലാൻഡിന്റെ ഒപ്പമാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. പക്ഷേ ബാക്കിയുള്ള രീതിക്ക്, അതായത് മാരിടൈം ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ അതേതാന്ന് നമുക്ക് നോക്കിയാലോ. അതിൽ ഉൾപ്പെടുന്നതാണ് ബെൽജിയം, ജർമ്മനി, ഡെൻമാർക്ക്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളൊക്കെ യുകെയുമായിട്ട് ലാൻഡ് ബോർഡർ അല്ല മറിച്ച് മാരിടൈം ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളാണ്. മനസ്സിലായല്ലോ? ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് കൺട്രി ആയിട്ട് കണക്കൂടുന്ന ഏതാണ്? റിപ്പബ്ലിക് ഓഫ് അയർലാൻഡ് ആണ് അല്ലെ. സോ റിപ്പബ്ലിക് ഓഫ് അയർലാൻഡിന് മറ്റൊരു പേര് കൂടി ഉണ്ട്. എന്താണ്? എമറാൾഡ് ഐൽ എന്നാണ് പേര് അല്ലെ. എമറാൾഡ് ഐൽ അതായത് മരതകം. മരതകം എന്ത് നിറമാ? പച്ച നിറം. സോ അതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. യെസ്, അതായത് അയർലാൻഡ് എന്ന് പറയുന്നത് മുഴുവനായിട്ടും പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ്. മനസ്സിലായത്? പച്ച പരവതാനി വിരിച്ചതുപോലുള്ള അത്തരത്തിലുള്ള ഒരു വൈബ് കിട്ടുന്ന ഒരു രാജ്യമാണ് നമ്മുടെ അയർലാൻഡ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹെവി റെയിൻഫോൾ, ഡ്യൂ ടു ഹെവി റെയിൻഫോൾ, അതായത് കനത്ത മഴ അല്ലെങ്കിൽ ആവശ്യത്തിന് മഴ. സോ ആവശ്യാനുസരണം മഴ ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒക്കെ പച്ചപ്പ് വിരിച്ച പോലെ ഉണ്ടാവും. സോ അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് അയർലാൻഡിന് എന്ത് പേര് വന്നത്? എമറാൾഡ് ഐൽ എന്ന പേര് വന്നത്. മനസ്സിലായല്ലോ? സോ നമുക്ക് നോക്കാം. യുകെന്റെ ഒഫീഷ്യൽ റിലീജിയൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി തന്നെയാണ് കേട്ടോ. യുകെയുടെ ഒഫീഷ്യൽ റിലീജിയൻ ക്രിസ്ത്യാനിറ്റിയും ഒഫീഷ്യൽ ലാംഗ്വേജ്, ഭാഷ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇംഗ്ലീഷ് തന്നെയാണ്. പക്ഷേ ഇംഗ്ലീഷ് കൂടാതെ ഇന്നും ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് കോർണിഷ്, ഐറിഷ്, കെൽറ്റിക് ഇത്തരത്തിലുള്ള ഭാഷകൾ, ഇതൊക്കെ അവരുടെ പണ്ട് കാലത്ത് നൽകുന്ന കുറച്ച് ഭാഷകളാണ്. ഓക്കെ, അതായത് ഓറൽ ലിറ്ററേച്ചർ, വാമൊഴിയോടെ കൈമാറിക്കൊണ്ട് വന്ന ഒരു തരം ഗോത്രവർഗങ്ങളാണല്ലോ, ട്രൈബ്സ് ആണ് ഇവരെല്ലാവരും. സോ ഈ ട്രൈബൽ പീപ്പിളുടെ അന്നത്തെ ഭാഷയാണ് നമ്മളിങ്ങനെ കെൽറ്റിക്കും കോർണിഷും സ്കോട്ടിഷും ഇതൊക്കെ തന്നെ ആ ഭാഷകളാണ്. സോ അത്തരത്തിലുള്ള ഭാഷകൾ ഇന്നും യുകെന്റെ ചില ഭാഗങ്ങളിലായിട്ട് കണ്ടുവരാം. എന്നിരുന്നാലും ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇംഗ്ലീഷ് തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. യുകെന്റെ ക്യാപിറ്റൽ മാത്രമല്ല യുകെയിലെ ദ ലാർജസ്റ്റ് സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഏത് പ്ലേസ് ആണ്? ലണ്ടൻ ആണ് കേട്ടോ. നോട്ട് ചെയ്യണം. യുകെന്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ യുകെയിലെ ദ ലാർജസ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്നത് ലണ്ടൻ ആണ്. ഈ ലണ്ടൻ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഈ ലണ്ടന്റെ ലൊക്കേഷൻ എവിടെയാ? ഇൻ ദി ബാങ്ക്സ് ഓഫ് ദി റിവർ തേംസ്. തേംസ് നദീതീരത്താണ് ലണ്ടൻ സ്ഥിതി ചെയ്യുന്നത്. ഈ തേംസ് നദീ
വെക്കുക. കാരണം നമുക്ക് തേംസ് നദീതീരത്താണ് ദി ബാറ്റിൽ ഓഫ് മെഡ്വേ നടന്നത്. ബാറ്റിൽ ഓഫ് മെഡ്വേ അതെന്താന്നൊക്കെ നമ്മൾ തൊട്ടടുത്ത യൂണിറ്റ് ആയ റോമൻ കോൺക്വസ്റ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. സോ ഈ പേരുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. തേംസ് നദീതീരം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ തേംസ് നദീതീരത്താണ് ലണ്ടൻ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്കിനി നോക്കാം. ഈ UK തന്നെ 4 ജോഗ്രഫിക്കൽ പാർട്സ് ആണ് ഉള്ളത്. ഓക്കെ, അതായത് UK 4 ജോഗ്രഫിക്കൽ പാർട്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് ഏതാന്ന് നോക്കിയാൽ നമുക്ക് കാണാം. ആദ്യം തന്നെ ഇംഗ്ലണ്ട് ആണ്. ഇംഗ്ലണ്ട്, അടുത്തത് വെയിൽസ്, പിന്നെ സ്കോട്ട്ലാൻഡ്, മറ്റൊന്ന് അയർലാൻഡ്. ഇങ്ങനെ 4 ജോഗ്രഫിക്കൽ പാർട്സ് ആണ് UK ഉള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 4 ജോഗ്രഫിക്കൽ പാർട്സിനെയും അവിടുത്തെ ഓരോ സ്ഥലത്തെയും പ്രത്യേകത എന്താ നമ്മൾ ബ്രീഫ് ആയിട്ട് നോക്കാൻ പോവാണ്. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും മറ്റുള്ള ഫീച്ചേഴ്സും എല്ലാം തന്നെ നമ്മൾ ഇപ്പോൾ ബ്രീഫ് ആയിട്ട് ഇനി നോക്കാൻ പോവാണ് കേട്ടോ. സോ ആദ്യം തന്നെ ഇംഗ്ലണ്ട് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇംഗ്ലണ്ടിന്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും മറ്റുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ ഇനി ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ നമുക്ക് നോക്കാം. ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡത്തിലെ ഏറ്റവും ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഓക്കെ, ഇംഗ്ലണ്ട് ആണ് UKയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. അതായത് നമുക്ക് നോക്കാം, ഒരുപാട് ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഇംഗ്ലണ്ടിൽ ഉള്ളത്. ഓക്കെ, ആദ്യം തന്നെ ഇംഗ്ലണ്ട് നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് സദേൺ ഇംഗ്ലണ്ടും മറ്റൊന്ന് നോർത്തേൺ ഇംഗ്ലണ്ടും. ഈ 2 ഭാഗങ്ങളിലും ഒരുപാട് പ്രത്യേകതകളാണ്. അതായത് വ്യത്യസ്തതരമായിട്ടുള്ള പ്രത്യേകതകളാണ് ഈ 2 ഭാഗത്തിനും ഉള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ സദേൺ ഇംഗ്ലണ്ടും പിന്നെന്താ നോർത്തേൺ ഇംഗ്ലണ്ടും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇംഗ്ലണ്ട് ആരുമായിട്ടൊക്കെയാണ് ലാൻഡ് ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്നത് നമുക്ക് നോക്കിയാല് ഇവിടെ ഇംഗ്ലണ്ട് ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നത് വെയിൽസുമായിട്ടും സ്കോട്ട്ലാൻഡുമായിട്ടും മാത്രമാണ്. ഇവിടെ ഇംഗ്ലണ്ട് ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി നോക്കാം സദേൺ ഇംഗ്ലണ്ടിന്റെ പ്രത്യേകതകൾ എടുത്തു നോക്കുമ്പോൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ സദേൺ ഇംഗ്ലണ്ടിലാണ് ലണ്ടൻ സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദി ക്യാപിറ്റൽ സിറ്റി, ദ സെന്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, മാത്രമല്ല ഇറ്റ് ഈസ് ദ ടോപ്പ് ഫിനാൻഷ്യൽ സെന്റേഴ്സ് ഇൻ ദ വേൾഡ് അല്ലേ. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ടോപ്പ് ഫിനാൻഷ്യൽ സെന്റർ ആണ് ലണ്ടൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ലണ്ടന്റെ ചുറ്റിപ്പറ്റിയ ഒരു പ്രദേശത്ത് ആർക്കും തന്നെ ജോലിയില്ല, ജോലിക്ക് ഒരു ക്ഷാമവും ഇല്ല അല്ലെ. അതായത് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഓക്കെ, തൊഴിൽ മേഖലയാണ്. തൊഴിലിനുള്ള സാധ്യതകൾ ഒരുപാടുള്ള പ്രദേശമാണ് ലണ്ടൻ. അതായത് നമ്മുടെ സദേൺ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സോ ഇത്രയും പ്രത്യേകതകളാണ് നമ്മുടെ സദേൺ ഇംഗ്ലണ്ട്. മാത്രമല്ല അഗ്രികൾച്ചറൽ സെക്ടറുമായിട്ട് നോക്കുമ്പോൾ ഒരുപാട് മഴ ലഭിക്കുന്ന ഒരു ഭാഗമാണ് സദേൺ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. കൃഷിയുമായിട്ട് ഒരുപാട് ക്രോപ്സ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാനും അതിനനുസരിച്ച് വീണ്ടും നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ സദേൺ ഇംഗ്ലണ്ടിന്റെ ഭാഗത്ത് ഉണ്ട്. മനസ്സിലായല്ലോ? മാത്രമല്ല ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് പ്ലേസ് ആയി മാറിയിരിക്കുകയാണ് ലണ്ടൻ എന്ന്, അതായത് സദേൺ ഇംഗ്ലണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സദേൺ ഇംഗ്ലണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ. അതായത് ദി വേൾഡ്സ് ടോപ്പ് ഫിനാൻഷ്യൽ സെന്ററിൽ ഏറ്റവും മുകളിലത്തെ തട്ടിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ലണ്ടൻ എന്ന് പറയുന്നത്. ഈ ലണ്ടൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ സദേൺ ഇംഗ്ലണ്ടിലാണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം. അതായത് ഒരേപോലെ ഇൻഡസ്ട്രി ലെവലിലും അഗ്രികൾച്ചറൽ ലെവലിലും ഒരേപോലെ നിൽക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ സദേൺ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നമ്മുടെ അടുത്ത ഭാഗം നോർത്തേൺ ഇംഗ്ലണ്ട്. നോർത്തേൺ ഇംഗ്ലണ്ടിൽ എന്തായിരിക്കും? അതായത് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതേപോലെ തന്നെ ആയിരിക്കും? അല്ല കേട്ടോ. അതായത് നോർത്തേൺ ഇംഗ്ലണ്ടില് മൈനിങ്ങും മാത്രമല്ല മൈനിങ് പോലുള്ള ഒരുപാട്, അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷമാണ് കേട്ടോ. ഓക്കെ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം മൈനിങ്ങും മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രവർത്തികളോട് അനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ നോർത്തേൺ ഇംഗ്ലണ്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, നോർത്തേൺ ഇംഗ്ലണ്ട് അതിനു മാത്രമായിട്ട് നമ്മൾ അവിടുത്തെ പ്രദേശവാസികൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇതാണ്. അതായത് സദേൺ ഇംഗ്ലണ്ട്
ടെമ്പറേച്ചർ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് സദേൺ ഇംഗ്ലണ്ട്. എന്നാൽ നോർത്തേൺ ഇംഗ്ലണ്ടിന്റെ ക്ലൈമറ്റ് എടുത്ത് നോക്കുമ്പോൾ ഇറ്റ് ഈസ് മോർ വെറ്റർ ആൻഡ് മോയ്സ്ചർ ദാൻ ദി സദേൺ ഇംഗ്ലണ്ട്. നോർത്തേൺ ഇംഗ്ലണ്ടിന്റെ ഭാഗങ്ങൾ ഒരുപാട് വെറ്റർ ആണ്, ഒരുപാട് തണുത്ത ഒരു പ്രദേശമാണ് നമ്മുടെ നോർത്തേൺ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇംഗ്ലണ്ടിനെ പറ്റി പഠിക്കാനുള്ളത്. ഓക്കെ, മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പോപ്പുലേഷന്റെ കാര്യത്തിലും അല്ലെ, പോപ്പുലേഷന്റെ കാര്യത്തിലും ഇംഗ്ലണ്ട് മുന്നിലായിരിക്കും. കാരണം ലണ്ടൻ എന്ന് പറഞ്ഞ സിറ്റിയിലാണ് അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലായല്ലോ? സോ ഇത്രയും പ്രത്യേകതകളാണ് ഇംഗ്ലണ്ടിനുള്ളത്. അതായത് ജോഗ്രഫിക്കൽ പരമായിട്ടും ഇൻഡസ്ട്രിയൽ പരമായിട്ടും ഒരുപാട് പ്രത്യേകതകളാണ് നമ്മുടെ ഇംഗ്ലണ്ടിനുള്ളത്. അതായത് യു കെ എന്ന ആ ഒരു കൺട്രിയെ പറ്റി, ഇൻഡിപെൻഡന്റ് കൺട്രിയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തു പരിശോധിക്കേണ്ട ഒരു ചരിത്രമാണ് നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ജോഗ്രഫിക്കൽ പാർട്ട് നോക്കാം അല്ലെ. അടുത്ത ജോഗ്രഫിക്കൽ പാർട്ട് ഏതാ? രണ്ടാമത്തത് വെയിൽസ് ആണ്. ഓക്കെ, വെയിൽസ് ആണ്. അതായത് ഇവിടെ വെയിൽസ് ബോർഡർ ഷെയർ ചെയ്യുന്നത്, അതായത് ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നത് ആരുമായിട്ട് മാത്രമാണ്? ഇംഗ്ലണ്ടുമായിട്ട് മാത്രമാണ് ഇവിടെ വെയിൽസ് ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഈ വെയിൽസിന്റെ പ്രത്യേകതകൾ എന്താന്ന് വെച്ചാൽ ഒരുപാട് മൗണ്ടെയിൻസും ഒരുപാട് കുന്നുകളും ഒരുപാട് മലകളും അത്തരത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ് വെയിൽസ് എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞിരുന്നു ഇംഗ്ലണ്ടിന്റെ ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ് എന്ത്? ലണ്ടൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അതേപോലെ തന്നെ വെയിൽസിലെ ഒരു പ്രധാനപ്പെട്ട സിറ്റിയും മാത്രമല്ല വെയിൽസിലെ തന്നെ സെന്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതൊക്കെ അത്രയും കാര്യങ്ങളുള്ളത് ഏത് സ്ഥലത്തിനാ? കാർഡിഫ്. ഏതാണ്? കാർഡിഫ് എന്ന് പറഞ്ഞ സിറ്റിയാണ് ആ വെയിൽസിനുള്ളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റി ആയിട്ട് കണക്കൂട്ടുന്നത്. മനസ്സിലായല്ലോ? അതായത് ആദ്യകാലത്തൊക്കെ വെയിൽസിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യകാലത്തൊക്കെ വെയിൽസിലെ പ്രദേശവാസികൾ അവിടെ അഗ്രികൾച്ചർ, കൃഷിയോടനുബന്ധിച്ചും കാറ്റിൽ റിയറിംഗ്, കന്നുകാലികളെ വളർത്തിയും അത്തരത്തിലുള്ള ട്രഡീഷണൽ രീതികളായിരുന്നു. മനസ്സിലായോ? അത്തരത്തിലുള്ള ട്രഡീഷണൽ രീതികൾ ഫോളോ ചെയ്ത് വന്ന അവർക്ക് പെട്ടെന്ന്, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം പെട്ടെന്ന് ആ പ്രദേശം മൊത്തമായിട്ടും മൈനിങ്ങിനും മറ്റുള്ള ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായിട്ടും പെട്ടെന്ന് തന്നെ വെയിൽസ് മുഴുവനായിട്ടും അതിന് കീഴടങ്ങുകയാണ് ചെയ്തത്. അതായത് പിന്നീട് ആരും തന്നെ ട്രഡീഷണൽ രീതികളായ ഇത്തരത്തിലുള്ള അഗ്രികൾച്ചർ അതിനൊക്കെ അത്തരത്തിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ആൾക്കാർ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും പിന്നീട് ആ സ്ഥലം മുഴുവനായിട്ടും, അതായത് വെയിൽസ് ഇന്നറിയപ്പെടുന്നത് ഒരിക്കലും ഒരു അഗ്രികൾച്ചറൽ സെക്ടർ ആയിട്ടല്ല, ഇന്നറിയപ്പെടുന്നത് മൈനിങ്ങിന്റെ അതുപോലെ അതിനോടനുബന്ധിച്ച പ്രവർത്തികളുടെ ഒക്കെ സെന്റർ ആയിട്ടാണ് ഇന്നത്തെ വെയിൽസ് അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ? അതായത് എല്ലാവരും അവിടെയുള്ള ആൾക്കാരൊക്കെ ഏറെക്കുറെ ട്രഡീഷണൽ ആയിട്ടുള്ള അത്തരത്തിലുള്ള കാറ്റിൽ റിയറിംഗ്, കന്നുകാലികളെ വളർത്തലും കൃഷിയും എല്ലാം തന്നെ പതിയെ ഉപേക്ഷിച്ചിരുന്നു. അതായത് ഇന്ന് നമ്മുടെ വെയിൽസിന് നമ്മൾ അറിയപ്പെടുന്നത് മൈനിങ്ങിന്റെയും ഇൻഡസ്ട്രിയലൈസേഷന്റെയും എല്ലാത്തിന്റെയും ഒരു സെന്റർ ആയിട്ടാണ് ഇന്ന് കാണുന്ന വെയിൽസ് മാറിയിരിക്കുന്നത്. സോ ഇനി മൂന്നാമത്തെ ജോഗ്രഫിക്കൽ പാർട്ടാണ് നമ്മൾ നോക്കിയത്. എന്താണ്? സ്കോട്ട്ലാൻഡ്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് സ്കോട്ട്ലാൻഡിന്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും മറ്റുള്ള ഫീച്ചേഴ്സും ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം സ്കോട്ട്ലാൻഡ് എവിടെ സ്ഥിതി ചെയ്യുന്നു. അതായത് ബ്രിട്ടന്റെ നോർത്ത് ഭാഗത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? സ്കോട്ട്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായല്ലോ? മാത്രമല്ല യുണൈറ്റഡ് കിങ്ഡത്തിന്റെ 32% ലാൻഡും ആരുടെ സ്വന്തമാണ്? സ്കോട്ട്ലാൻഡിന്റെ സ്വന്തമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും അത്രയും ജനസംഖ്യ ആയിരിക്കും. ഒരിക്കലുമല്ല. അതായത് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ 32% ലാൻഡും സ്കോട്ട്ലാൻഡിനാണെങ്കിലും അവിടെ വെറും പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെറും 9% മാത്രമാണ്. അതായത് ചുരുക്കം പറഞ്ഞാൽ യുണൈറ്റഡ് കിങ്ഡത്തിലെ ഏറ്റവും ലീസ്റ്റ് പോപ്പുലേഷൻ ഉള്ളത്, ജനസംഖ്യ ഏറ്റവും കുറവുള്ളത് എവിടെയാണ്? സ്കോട്ട്ലാൻഡിലാണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം സ്കോട്ട്ലാൻഡിന്റെ
കുറച്ച് ഡ്രയർ ആണ്. അതായത് ഒരുപാട് അങ്ങോട്ട് മഞ്ഞും ഒരുപാട് അങ്ങോട്ട് വെറ്റർ അല്ല, കുറച്ച് ഡ്രയർ ആണ്. അതുകൊണ്ട് തന്നെ സ്കോട്ട്ലാൻഡിന്റെ ഈസ്റ്റ് ഭാഗം ഒരുപാട് അഗ്രികൾച്ചറൽ ആവശ്യത്തിനും, അതായത് സെറൽസ്, മറ്റുള്ള ക്രോപ്സ് അതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷനും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റുമാണ് ആരുടേത്? സ്കോട്ട്ലാൻഡിന്റെ ഈസ്റ്റ് ഭാഗത്ത് ഉള്ളത്. മനസ്സിലായല്ലോ? സോ അവിടെ ഉള്ളതിൽ വെച്ച് ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ, സ്കോട്ട്ലാൻഡിന്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ ആണ് എഡിൻബർഗ് എന്ന് പറഞ്ഞ ഒരു സിറ്റി. അതായത് സ്കോട്ട്ലാൻഡിലുള്ളതിൽ വെച്ചിട്ട് കുറച്ച് വലിയ സിറ്റിയാണ് ഏത്? എഡിൻബർഗ് എന്ന് പറഞ്ഞ സിറ്റി. ഓക്കെ, അവിടെയുള്ള ജനങ്ങൾ ഇതുപോലുള്ള 4 സിറ്റികളിലായിട്ടാണ് താമസിച്ചു വരുന്നത്. അതായത് 4 പ്രധാനപ്പെട്ട സിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അതായത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കുറച്ച് ലാർജ് ആയിട്ടുള്ള സിറ്റിയാണ് ഞാൻ പറഞ്ഞത് എഡിൻബർഗ്. സോ ഓക്കെ, എഡിൻബർഗ് കൂടാതെ ഗ്ലാസ്ഗോ, മാത്രമല്ല ഡുണ്ടി, ആൻഡൻ, അബർഡീൻ ഇത്തരത്തിലുള്ള മറ്റു 3 സിറ്റീസ് കൂടി അവിടെ ഉണ്ട്. ഇത്തരത്തിൽ 4 സിറ്റികളിലായിട്ടാണ് അവിടുത്തെ ജനങ്ങൾ വസിച്ചു വരുന്നത്. മനസ്സിലായല്ലോ? ഇനി സ്കോട്ട്ലാൻഡിന്റെ ലോ ലാൻഡുകൾ എപ്പോഴും എന്തായിരിക്കും? കുറച്ച് ഡ്രയർ ക്ലൈമറ്റ് ആയിരിക്കും. മനസ്സിലായി? അതായത് കുറച്ച് ഡ്രയർ ക്ലൈമറ്റും മാത്രമല്ല കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടാവും. ഓക്കെ, കുറച്ച് ചൂടുള്ള കുറച്ച് ഡ്രയർ ആയ ക്ലൈമറ്റ് ആയിരിക്കും. പക്ഷെ ഹൈലാൻഡ് എന്ന് പറയുന്നത്, സ്കോട്ട്ലാൻഡിന്റെ ഹൈലാൻഡുകൾ എന്ന് പറയുന്നത് എപ്പോഴും വെറ്റർ ആയിരിക്കും. ഓക്കെ, ഭയങ്കര വെറ്ററും ഭയങ്കര കോൾഡർ ആയിരിക്കും, തണുത്തതായിരിക്കും. മാത്രമല്ല ചില വിന്റർ സീസണുകളിലൊക്കെ എന്തും ഉണ്ടാവാറുണ്ട്? സ്നോഫോളും മഞ്ഞു വീഴുന്ന അത്തരത്തിലുള്ള ഒരു ജോഗ്രഫിക്കൽ ഫീച്ചർ ആണ് സ്കോട്ട്ലാൻഡിലെ ഹൈലാൻഡുകൾക്ക് ഉള്ളത്. മനസ്സിലായല്ലോ? സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് സ്കോട്ട്ലാൻഡിനെ കുറിച്ച് അറിയേണ്ടതായിട്ടുള്ളത്. അതായത് പ്രധാനമായിട്ടും യുണൈറ്റഡ് കിങ്ഡത്തിലെ ഏറ്റവും ലീസ്റ്റ് പോപ്പുലേറ്റഡ് ഏരിയ എന്ന ഒരു പദവി ആർക്കുണ്ട്? സ്കോട്ട്ലാൻഡിന് ഉണ്ട്. മനസ്സിലായല്ലോ? സോ നമുക്ക് നോക്കാം ഇനി 4ാമത്തെ ജോഗ്രഫിക്കൽ പാർട്ട് ഞാൻ പറഞ്ഞിരുന്നു. എന്താ? അയർലാൻഡ്, അഥവാ മറ്റൊരു പേര് പറഞ്ഞേ, എമറാൾഡ് ഐൽസ് അല്ലെ? എമറാൾഡ് ഐൽ എന്നറിയപ്പെടുന്ന അയർലാൻഡിന്റെ ജോഗ്രഫിക്കൽ ഫീച്ചർ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ അയർലാൻഡ് എന്ന് പറയുമ്പോൾ ഐറിഷ് സീ ഉണ്ട്. ഓക്കെ, ഒരു സീ ആണ്, ഐറിഷ് സീ ആണ് ഇവിടെ അയർലാൻഡിനെയും ബ്രിട്ടനെയും വേർതിരിക്കുന്ന ഒരു ബോർഡർ എന്ന് അല്ലെങ്കിൽ ഒരു വേർതിരിക്കുന്ന ഒരു ഘടകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനസ്സിലായില്ല? അതായത് ബ്രിട്ടനെയും അയർലാൻഡിനെയും വേർതിരിക്കുന്ന ഒരു ഘടകമാണ് എന്ത്? ഇവിടെ ആരാണ് വേർതിരിക്കുന്നത്? ഐറിഷ് സീ ആണ് അയർലാൻഡിനെയും ബ്രിട്ടനെയും വേർതിരിക്കുന്നത്. മനസ്സിലായല്ലോ? നമുക്കിനി അയർലാൻഡിന്റെ ജോഗ്രഫിക്കൽ പാർട്ടുകൾ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അയർലാൻഡിന്റെ ഈസ്റ്റേൺ സൈഡ് ആണ് കുറെ കൂടി ജനങ്ങൾ വസിക്കുന്നതും മാത്രമല്ല ഇൻഡസ്ട്രിയലൈസേഷൻ കുറച്ചുകൂടി മുന്നോട്ട് നിൽക്കുന്നതും അയർലാൻഡിന്റെ ഈസ്റ്റേൺ സൈഡ് ആണ്. മനസ്സിലായല്ലോ? മാത്രമല്ല അവിടുത്തെ ക്ലൈമറ്റ് എപ്പോഴും അഗ്രികൾച്ചറൽ സെക്ടർക്ക് കുറച്ചുകൂടി ഉപകാരം ചെയ്യുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് ആയിരിക്കും. എന്നാൽ നമ്മുടെ വെസ്റ്റ് സൈഡ് ഓഫ് അയർലാൻഡ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോഴും ട്രഡീഷണൽ വേസ് പിടിച്ചു പറ്റിക്കൊണ്ട് താമസിക്കുന്ന അല്ലെങ്കിൽ ജീവിതം ഓട്ടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് എവിടെ? അയർലാൻഡിന്റെ വെസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇപ്പോഴും ട്രഡീഷണൽ വേസ് ആയ കുറച്ച് കാറ്റിൽ റിയറിംഗ്, കന്നുകാലികളെ വളർത്തലും അത്തരത്തിലുള്ള കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് പരിപാടികളും മാത്രമല്ല ഇവിടെ ഷീപ്പ്, ആടുകളെയും മാനുകളെയും ഫാർം ചെയ്യാം. ഫാമിംഗ്, ഷീപ്പ് ആൻഡ് ഡിയർ ഫാർമിംഗ്, ഇതെല്ലാം തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ജീവിതമാർഗം ഓട്ടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെയാണ് നമുക്ക് ഇപ്പോഴും വെസ്റ്റ് സൈഡിൽ, അയർലാൻഡിന്റെ വെസ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുക. മാത്രമല്ല ഇപ്പോഴും ആ ഭാഗത്ത് ഐറിഷ്, ഇംഗ്ലീഷ് അല്ല, ഐറിഷ് ലാംഗ്വേജ് സംസാരിക്കുന്ന കുറച്ച് അവരുടെ ട്രഡീഷണൽ ലാംഗ്വേജ് സംസാരിക്കുന്ന കുറച്ച് ജനങ്ങൾ ഇപ്പോഴും അങ്ങനെ സംസാരിക്കുന്നവരുണ്ട്. മനസ്സിലായല്ലോ? മാത്രമല്ല അവരുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് പൊട്ടേറ്റോസ്, ഉരുളക്കിഴങ്ങ് ഒരു സമയത്ത്, അതായത് ഇവരുടെ ട്രഡീഷണൽ സ്റ്റേപ്പിൾ ഫുഡ് ആയിരുന്നു ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് അത്തരത്തിലുള്ള ഒരു
ഭക്ഷണം. ഓക്കെ, അത് ഇപ്പോഴും ആ ഭാഗത്തിലുള്ള അതായത് വെസ്റ്റ് സൈഡിലുള്ള ആൾക്കാര് കഴിക്കുന്നുണ്ട് എന്നതാണ്. അതായത് മുഴുവനായിട്ടും അവരിപ്പോഴും ട്രഡീഷണൽ വേസ് അനുസരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനക്കൂട്ടത്തെയാണ്. ഭക്ഷണത്തിൽ പോലും അല്ലെ, ഭക്ഷണത്തിൽ പോലും ട്രഡീഷണൽ മാർഗം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനക്കൂട്ടത്തെയാണ് അയർലാൻഡിന്റെ വെസ്റ്റ് സൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം എമറാൾഡ് ഐൽസ് എന്ന പേര് എങ്ങനെയാ വന്നത്. അതായത് നമ്മുടെ അയർലാൻഡിൽ they have plenty of rain, ഒരുപാട് മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ അയർലാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ചെടികളും ഒരുപാട് കുഞ്ഞു കുഞ്ഞു പുല്ലുകളും അതൊക്കെ പരവതാനി വിരിച്ച പോലെ ഓക്കെ അത്തരത്തിലൊരു പച്ചപ്പാണ് മുഴുവനായിട്ടും. അതുകൊണ്ടാണ് എമറാൾഡ് ഐൽ എന്ന് നമ്മുടെ അയർലാൻഡിനെ വിളിക്കാൻ കാരണം. അതായത് മരതകം പച്ച അല്ലെ, പച്ച നിറമാണ് മരതകത്തിന് അല്ലെ. അതുകൊണ്ടാണ് ഇത്രയും ഹെവി റെയിൻഫോൾ കിട്ടുന്നത് കൊണ്ടാണ്, ഇത്രയും പച്ചപ്പ് നിറഞ്ഞത് കൊണ്ടാണ് അയർലാൻഡിനെ എന്ത് വിളിക്കുന്നത്, എമറാൾഡ് ഐൽ എന്ന് വിളിക്കുന്നത് അല്ലെ. സോ ഇതാണ് നമ്മുടെ 4 ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അതായത് 4 ജോഗ്രഫിക്കൽ പാർട്സ്. ഓക്കെ, ഈ പാർട്ടുകളുടെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കിയത്. ഈ 4 ഫീച്ചേഴ്സ്, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, മറ്റുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദയവേത് അതായത് തീർച്ചയായിട്ടും നിങ്ങളിത് നന്നായി മനസ്സിലാക്കി പഠിക്കുക തന്നെ വേണം. കാരണം ഇതിനോട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഇനി എടുക്കുന്ന ഹിസ്റ്ററി ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് ബേസ്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് നോക്കാം കുറച്ച് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്, അതായത് UK-യിലുള്ള കുറച്ച് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്, കുറച്ച് കോട്ടകളും, അതായത് ചരിത്രത്തോടനുബന്ധിച്ച് ഇന്നും അവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് നോക്കാൻ പോവുകയാണ്. ഇത് വെറും ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് അല്ല, ഇതൊരു പ്രീ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് ആണ്. മനസ്സിലായല്ലോ. അതായത് സ്റ്റോൺ ഹെഞ്ച്, അതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. സ്റ്റോൺ ഹെഞ്ച് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ സാലിസ്ബറി പ്ലെയിനിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് ആണ് സ്റ്റോൺ ഹെഞ്ച് എന്ന് പറയുന്നത്. ഈ മോണുമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് റോക്സ് കൊണ്ടാണ്. ഓക്കെ, സ്റ്റോണുകൾ കൊണ്ട്, കല്ലുകൾ കൊണ്ടാണ്, വലിയ വലിയ കല്ലുകൾ കൊണ്ടാണ് ഈ സ്റ്റോൺ ഹെഞ്ച് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്, അതായത് പണ്ട് കാലത്തുള്ള ക്രിസ്ത്യൻസ് അവരുടെ ഒരു എന്താ പറയുക, ഒരു റിലീജിയസ് പ്ലേസ് ആയിട്ടാണ് അവർ അതിനെ, അതായത് ഈ സ്റ്റോൺ ഹെഞ്ചിനെ കണക്കാക്കിയിരിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത്. എക്സാക്ട്ലി യഥാർത്ഥത്തിൽ ഇത് എന്തിനുള്ളതാണ്, ഇത് അവരെന്തിനാ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടില്ല. പക്ഷെ ലഭിച്ച വിവരങ്ങൾക്ക് അനുസരിച്ച് ഇത് റിലീജിയസ് പ്ലേസ്, അന്നത്തെ ക്രിസ്ത്യൻസ് ഒരു റിലീജിയസ് പ്ലേസ് ആയിട്ടാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത് എന്ന് നമുക്കിതിൽ നിന്നും കിട്ടിയ വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റോൺ ഹെഞ്ചിന്റെ ഓരോ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്താന്ന് നമുക്ക് നോക്കിയാലോ. അതായത് ആക്ച്വലി വെർട്ടിക്കലി സ്റ്റോൺസുകൾ ഇങ്ങനെ നിർത്തിയേക്കുവാണ്. മനസ്സിലായോ. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 13 അടി ഹൈറ്റും, ഓക്കെ 13 അടി ഹൈറ്റും 7 ഇഞ്ച് 7 അടി വീതിയുമാണ് ഈ വെർട്ടിക്കലി നിർത്തിയിരിക്കുന്ന ഈ കല്ലുകളുടെ അളവ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിന്റെ വെയിറ്റ് നോക്കുമ്പോൾ ഏകദേശം 25 ടൺ വെയിറ്റ് ആണ് അതിൽ ആ സ്റ്റോൺ ഹെഞ്ചിലുള്ള ഓരോ കല്ലിന്റെയും വെയിറ്റ് വരുന്നത്. മനസ്സിലായോ. ഇതിനൊക്കെ ശേഷം ഇതിന്റെ ഒക്കെ മുകളിൽ ഹൊറിസോണ്ടലി ഒരു കല്ല് പ്ലേസ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അതായത് കണ്ടുപിടിച്ചെടുത്തോളം ഈ കല്ല് നിർമ്മിച്ചിരിക്കുന്നത് ആക്ച്വലി 3000 BC മുതൽ 1600 BCന്റെ ഇടയിലുള്ള ഏതോ ഒരു സമയത്താണ്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്താണ് ഈ സ്റ്റോൺ ഹെഞ്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കല്ലുകൾ എന്ന് പറയുന്നത് ബ്രോൺസ് ഏജിന്റെയും നിയോളിത്തിക് ഏജിന്റെയും ഇടയിലുള്ള ഒരു കാലഘട്ടം, അതായത് അത്രയും കാലപ്പഴക്കമുള്ള കല്ലുകളാണ് ഈ സ്റ്റോൺ ഹെഞ്ചില് ഉള്ളത്. മനസ്സിലായല്ലോ. മാത്രമല്ല ഈ ഒരു സൈറ്റ് ഉണ്ടല്ലോ, ഈ സ്റ്റോൺ ഹെഞ്ച് എന്ന് പറഞ്ഞ സൈറ്റ് യുനെസ്കോ അംഗീകരിച്ച ഒരു സൈറ്റ് കൂടിയാണ്.
മനസ്സിലായല്ലോ? അതായത് ഇന്ന് സാലിസ്ബറി പ്ലെയിൻ, ഇംഗ്ലണ്ടിലെ സാലിസ്ബറി പ്ലെയിനിൽ നമ്മൾ കാണുന്ന സ്റ്റോൺ ഹെഞ്ച് 1986 യുനെസ്കോ അംഗീകരിച്ച ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, സോ നമുക്കിനി അടുത്ത ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റിനെ പറ്റി നമുക്ക് നോക്കാം. ദി ടവർ ഓഫ് ലണ്ടൻ. ഓക്കെ, ദി ടവർ ഓഫ് ലണ്ടൻ അതാണ് നമ്മുടെ അടുത്ത ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്. ഈ ഒരു ഫോർട്ട്, ഇതൊരു കോട്ടയാണ്. മനസ്സിലായോ? ഇതൊരു കോട്ട അല്ലെങ്കിൽ ഒരു പാലസ് എന്നൊക്കെ നമുക്ക് വിളിക്കുന്ന അത്തരത്തിലുള്ള ഒരു സ്റ്റൈലാണ് ഈ ടവർ ഓഫ് ലണ്ടൻ ഉള്ളത്. അതായത് ഇതിന് ഏകദേശം 900 വർഷം പഴക്കമാണ് നമ്മുടെ ഈ ടവർ ഓഫ് ലണ്ടന് ഉള്ളത്. ഇതിന്റെ ഉള്ളിലാണ് ഒരു വൈറ്റ് ടവർ ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ വൈറ്റ് ടവർ ഉണ്ട്. ഈ വൈറ്റ് ടവർ എന്ന് പറയുന്നത് പണ്ട് മുതലേ, അതായത് നിർമ്മിച്ച മുതലേ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടവറാണിത്. മനസ്സിലായോ? അതായത് ഒരുപാട് കാര്യങ്ങളാണ് ആ വൈറ്റ് ടവറിൽ നടന്നുകൊണ്ട് വന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ കാലഘട്ടത്തും അതായത് ഒരു കാലഘട്ടത്തിൽ ഇതൊരു റെക്കോർഡ് ഓഫീസായിട്ട് ഉപയോഗിച്ചിരുന്നു. ഓക്കെ, മറ്റൊരു കാലഘട്ടത്തിൽ ഇതൊരു റോയൽ റെസിഡൻസ് ആയിട്ടും ഉപയോഗിച്ചിരുന്നു. മനസ്സിലായോ? ഈ കോട്ട കെട്ടിയ ആളാരാ? ഈ നിർമ്മിച്ച ആളാരാ? വില്യം ദി കോൺക്കറർ ആണ്. ഓക്കെ, വില്യം ഒന്നാമനാണ്. ആരാണ് ഈ വില്യം ദി കോൺക്കറർ എന്നൊക്കെ നമ്മൾ ഇനി അടുത്ത യൂണിറ്റിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതായത് നോർമൻ കോൺക്വസ്റ്റ്, നോർമൻസ് ബ്രിട്ടനെ ഇൻവേഡ് ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതിന്റെ ആദ്യത്തെ രാജാവാണ്. അതായത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫ്യൂഡലിസം തകർത്തു, മറ്റൊരു മനോറിയൽ സിസ്റ്റം തന്നെ അദ്ദേഹം ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതൊക്കെ നമുക്കിനി അടുത്ത വരുന്ന ലെസൺസിൽ നമുക്ക് പഠിക്കാനുണ്ട്. സോ ആദ്യം മനസ്സിലാക്കേണ്ട വില്യം കോൺക്കറർ, വില്യം ഒന്നാമനാണ് ദി ടവർ ഓഫ് ലണ്ടൻ നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തായിട്ട് ഈ ഒരു കാസ്റ്റലിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഓക്കെ, ഒരു റെക്കോർഡ് ഓഫീസ് ആയിട്ടും ഒരു റോയൽ റെസിഡൻസ് ആയിട്ടും ഒരു ട്രൂപ്പുകളുടെ ഒക്കെ ഒരു സ്ഥലമായിട്ടും അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഇതിന് ഓരോ തരം ഉപയോഗങ്ങളാണ്. മനസ്സിലായല്ലോ? ഓക്കെ, സോ നമുക്കിനി അടുത്ത ഹിസ്റ്റോറിക്കൽ മോണുമെന്റിനെ പറ്റി നോക്കാം. വാർവിക് കാസ്റ്റൽ. ഓക്കെ, അതായത് വാർവിക് കാസ്റ്റൽ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ ടവർ ഓഫ് ലണ്ടൻ അതുപോലെ തന്നെ വില്യം ഒന്നാമൻ, ഓക്കെ, വില്യം ഒന്നാമൻ കെട്ടിയ മറ്റൊരു കൊട്ടാരമാണ് നമ്മുടെ ഈ വാർവിക് കാസ്റ്റൽ എന്ന് പറയുന്നത്. എന്തിനാണ് ഇത് ഉപയോഗിച്ചു വന്നിരുന്നത് എന്ന് നമുക്ക് ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. വില്യം ഒന്നാമൻ അദ്ദേഹത്തിന്റെ ഏൾസ്, അതായത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഏൾസിന് താമസിക്കാൻ വേണ്ടി ഒരു വീട് എന്നുള്ള ആ ഒരു സെറ്റപ്പിൽ പണിത ഒരു കൊട്ടാരമാണ് ഏത്? വാർവിക് കാസ്റ്റൽ എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് വില്യം ഒന്നാമൻ അല്ലെങ്കിൽ വില്യം ദി കോൺക്കറർ ഈ ഒരു കാസ്റ്റൽ നിർമ്മിച്ചത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഞാൻ പറഞ്ഞ പോലെ തന്നെ പവർഫുൾ ഏൾസ്, ഭയങ്കര ശക്തരായ ഏൾസിന് താമസിക്കാനായിട്ട് ഒരു വീട് പോലുള്ള രൂപത്തിലാണ് ഈ വാർവിക് കാസ്റ്റൽ. ആ ഒരു ഉദ്ദേശം കൊണ്ടാണ് ഈ വാർവിക് കാസ്റ്റൽ വില്യം ഒന്നാമൻ പണി കഴിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? പിന്നീട് ഈ ഏൾസ് ഒക്കെ ഭയങ്കര ക്രൂരമായ രീതിക്കൊക്കെയാണ് മരണപ്പെട്ടതും കൊല്ലപ്പെട്ടതും. ഓക്കെ, സോ അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. സോ ഇപ്പൊ മനസ്സിലായല്ലോ വാർവിക് കാസ്റ്റലിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കി. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സ്റ്റാർട്ട്ഫോർഡ് അപ്പോൺ ഏവൺ. ഓക്കെ, സ്റ്റാർട്ട്ഫോർഡ് അപ്പോൺ ഏവൺ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പേര് വരാൻ കാരണം? ഈ ഒരു കാസ്റ്റല് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏവൺ നദീ തീരത്താണ് സ്റ്റാർട്ട്ഫോർഡ് അപ്പോൺ ഏവൺ എന്ന് പറഞ്ഞ ഈ കാസ്റ്റല് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റാർട്ട്ഫോർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരണം. ആസ് എ ലിറ്ററേച്ചർ സ്റ്റുഡന്റ് നമ്മൾക്ക് തീർച്ചയായിട്ടും ഓർമ്മ വരേണ്ടതാണ്. സ്റ്റാർട്ട്ഫോർഡ് എന്ന സ്ഥലത്തിന്റെ പ്രത്യേകത ആർക്കെങ്കിലും അറിയോ? ഓക്കെ, അതായത് വില്യം ഷേക്സ്പിയറിന്റെ ജനന സ്ഥലമാണ് സ്റ്റാർട്ട്ഫോർഡ് എന്ന് പറയുന്നത്. വില്യം ഷേക്സ്പിയർ ആരാന്ന് അറിയില്ലേ? അറിയാലോ. അതായത് സ്റ്റാർട്ട്ഫോർഡ് എന്ന സ്ഥലത്താണ് വില്യം ഷേക്സ്പിയർ ജനിച്ചത്. അദ്ദേഹത്തിന്റെ നാടായിട്ടാണ് ഇന്നും സ്റ്റാർട്ട്ഫോർഡ് അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ? സോ അവിടെയുള്ള ഒരു കാസ്റ്റലാണ് നമ്മുടെ സ്റ്റാർട്ട്ഫോർഡ് അപ്പോൺ ഏവൺ എന്ന് പറയുന്ന കാസ്റ്റൽ. അതായത് ഏവൺ നദീ തീരത്താണ് ഈ ഒരു കാസ്റ്റല് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? സോ നമ്മുടെ വില്യം ഷേക്സ്പിയറിന്റെ ജനന തീയതിയും മരണ തീയതിയും
അതായത് ആക്ച്വലി നമുക്ക് മരണ തീയതി മാത്രമേ അറിയുള്ളൂ, നമുക്ക് ജനന തീയതി അറിയില്ല. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 23-ാം തീയതി നമ്മൾ അദ്ദേഹത്തിന്റെ ജനന തീയതിയായിട്ടും അതേസമയം മരണ തീയതിയായിട്ടും രണ്ടും ഒരേ ദിവസമായിട്ടാണ് ഇന്ന് ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. അതായത് ഏപ്രിൽ 23 മറക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും ഒരു BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് എന്തായാലും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് വില്യം ഷേക്സ്പിയറിന്റെ ജനന മരണ തീയതികൾ. അതായത് ഏപ്രിൽ 23. മനസ്സിലായല്ലോ. സോ ആ ഒരു തീയതി എന്ന് പറയുന്നത് സ്റ്റാറ്റ്ഫോർഡിൽ അദ്ദേഹത്തിന്റെ ജനന സ്ഥലത്ത് അവിടെയുള്ള ഒരുപാട് തിയേറ്ററുകളിൽ വില്യം ഷേക്സ്പിയറിന്റെ മേജർ വർക്ക്സുകളും ഒരുപാട് ഡ്രാമകളും എല്ലാം തന്നെ ആ ഒരു ദിവസം അവിടെ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്, അവിടെ പ്ലേ ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്റ്റാറ്റ്ഫോർഡ് അപ്പോൺ ഏവൺ എന്ന് പറഞ്ഞ ആ ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് ആണ് ഹാഡ്രിയൻസ് വാൾ എന്ന് പറയുന്നത്. ഓക്കെ, ഹാഡ്രിയൻസ് വാൾ, അത് ആ പേരിൽ തന്നെ ഉണ്ട്. ഈ ഒരു മതില് നിർമ്മിച്ചത് ആരാണ്? അത് റോമൻ എംപറർ ഹാഡ്രിയൻ. മനസ്സിലായല്ലോ. ഒരു റോമൻ എംപറർ ആയ ഹാഡ്രിയൻ ആണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഇത്രയും ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ള ഈ ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് നിർമ്മിച്ചത്. മനസ്സിലായല്ലോ. അതായത് ഈ ഹാഡ്രിയൻസ് വാൾ എന്ന് പറഞ്ഞ ഈ മോണുമെന്റിന് ഒരുപാട് ചരിത്രമുണ്ട്. അതായത് നമ്മൾ അടുത്ത യൂണിറ്റില് റോമൻ ഇൻവെൻഷനെ പറ്റി വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിനോടനുബന്ധിച്ച് നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് ഹാഡ്രിയൻസ് വാൾ എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടനെ 2 തവണയായിട്ട് റോമൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവേഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ജൂലിയസ് സീസറുടെ കീഴിലും മറ്റൊന്ന് അഗ്രിക്കോള എന്ന് പറഞ്ഞ രണ്ടാമത് ഇൻവേഡ് ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രിട്ടൻ ഗവർണറിന്റെ പേരാണ് അഗ്രിക്കോള എന്ന് പറയുന്നത്. ഓക്കെ, സോ അദ്ദേഹത്തിനോടനുബന്ധിച്ച് അതായത് ബ്രിട്ടനിലേക്ക് പിഗ്സ്, സ്കോട്ട് എന്ന് പറഞ്ഞ ഈ 2 ട്രൈബൽ ഗ്രൂപ്പ്സ്, 2 ഗോത്രവർഗക്കാരുണ്ട്. അവരുടെ പേരാണ് ഞാനിപ്പോ പറഞ്ഞത്, പിഗ്സും സ്കോട്ട്സും. മനസ്സിലായല്ലോ. സോ ഇവരുടെ പ്രശ്നം, അതായത് ഇവരിങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരികയാണ് ബ്രിട്ടനെ. ഓക്കെ, തുടരെ ഇവർ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം ഇവർക്ക് ബ്രിട്ടൻ വേണം. ഓക്കെ, പക്ഷെ റോമൻസ് നേരത്തെ തന്നെ ഇൻവേഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ പിഗ്സിന്റെയും സ്കോട്ട്സിന്റെയും അവരുടെ ആ ഒരു ആക്രമണം തടുക്കാൻ വേണ്ടി ഒരു ബോർഡർ എന്നുള്ള ആ ഒരു രീതിക്ക് പണി കഴിച്ച ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് പണി കഴിച്ച ഒരു വാളാണ് നമ്മൾ ഇന്ന് പേരിട്ടിരിക്കുന്ന ഹാഡ്രിയൻസ് വാൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ സ്ട്രക്ചർ എല്ലാം തന്നെ ഭയങ്കര ഇംപ്രസീവ് ആണ്. അതുകൊണ്ട് തന്നെ ആക്ച്വലി 1988 യുനെസ്കോ അംഗീകരിച്ച ഒരു മോണുമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു സൈറ്റ് ആണ് ഹാഡ്രിയൻസ് വാൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദി എംപറർ ഹാഡ്രിയൻ ആണ് ഈ ഹാഡ്രിയൻസ് വാള് മുഴുവനായിട്ട് നിർമ്മിച്ചത്. അതായത് ഇത് മുഴുവനായിട്ട് നിർമ്മിക്കാൻ ഏറെക്കുറെ 6 വർഷമാണ് അദ്ദേഹത്തിന് ആവശ്യം വന്നത്. ഓക്കെ, സോ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ഇംപ്രസീവ് ആയ സ്ട്രക്ചർ ആയിരിക്കും. അത്രയും 6 വർഷമാണ് ഹാഡ്രിയൻസ് വാള് നിർമ്മിച്ചു തീർക്കാൻ വേണ്ടി അദ്ദേഹത്തിന് എടുത്ത സമയം. ആക്ച്വലി ഇതിന്റെ മറ്റുള്ള ചരിത്രം, അതായത് ഹാഡ്രിയൻസ് വാളിന്റെ പിന്നെയുള്ള ചരിത്രം ഒരുപാട് വിശദീകരിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം അതേപോലെ വിശദീകരിച്ച് നമ്മുടെ തൊട്ടടുത്ത യൂണിറ്റ് റോമൻ ഇൻവെൻഷനിൽ തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഇത്രയും തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഹാഡ്രിയൻസ് വാൾ എന്ന് പറയുന്നത് പണി കഴിച്ചത് എംപറർ ഹാഡ്രിയൻ ആണ്. ആരാണ് എംപറർ ഹാഡ്രിയൻ? ഒരു റോമൻ എംപറർ ആണ്. ഓക്കെ, റോമൻ എംപറർ ആണ്. എന്തിനാണ് ഇത് പണി കഴിച്ചത്? ഇത് പണി കഴിച്ചത് മറ്റൊന്നിനുമല്ല, ട്രൈബൽ ഗ്രൂപ്പ്സ് ആയ പിഗ്സിന്റെയും സ്കോട്ട്സിന്റെയും ആക്രമണങ്ങളെ തടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഇംപ്രസീവ് ആയിട്ടുള്ള സ്ട്രക്ചർ പണി കഴിപ്പിച്ചത്. അപ്പൊ മനസ്സിലായല്ലോ. ഓക്കെ, നമുക്കിനി അടുത്ത ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് എന്താന്ന് നോക്കാം. ഇതൊരു മോണുമെന്റ് അല്ല, ആക്ച്വലി ഒരു റെക്കോർഡ് ബുക്കാണ്. അതായത് ഡൂംസ്ഡേ ബുക്ക്. ഡൂംസ്ഡേ ബുക്ക് എന്ന് പറയുന്നത് ആക്ച്വലി വിശദീകരിച്ച് തരുമ്പോൾ നമുക്ക് ഈ വില്യം 1-ാമനാണ് ഡൂംസ്ഡേ ബുക്ക് നിർമ്മിച്ചത്. എന്താണ് ഈ ഡൂംസ്ഡേ ബുക്കിലുള്ളത്? എന്താണ് ഈ റെക്കോർഡ് ബുക്കിലുള്ളത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് വില്യം 1-ാമൻ എന്ന് പറയുന്നത് ഒരു നോർമൻ എംപറർ ആണ്. അതായത് നോർമൻ ആണ്, റോമൻ അല്ലേ, നോർമൻ ആണ്. നോർമൻ എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്.
പിടിച്ച് കൈക്കലാക്കി ഇവിടെ വന്ന് ഭരിച്ച, അതായത് ബ്രിട്ടനിൽ വന്ന് ഭരിച്ച ഒരു എംപറർ ആണ് വില്യം ദി കോൺക്കറർ അല്ലെങ്കിൽ വില്യം ഒന്നാമൻ എന്ന് വിളിക്കുന്ന. ഇദ്ദേഹം ബ്രിട്ടനിൽ എത്തിയതോടുകൂടി എന്തായി, ബ്രിട്ടനിൽ അതുവരെ നിലനിന്നിരുന്ന കുറച്ച് പോളിസികളും കുറച്ച് ടാക്സിൻ്റെതും കുറച്ച് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസും എല്ലാം തന്നെ അദ്ദേഹം മാറ്റിമറിക്കുകയാണ് ചെയ്തത്. എല്ലാം അദ്ദേഹത്തിന്റെ മാത്രം കൈപ്പിടിയിലാക്കി. അതായത് എല്ലാത്തിന്റെയും മുകളില് അദ്ദേഹമാണ്, അതായത് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ലാൻഡുകളുടെ കണക്കുകളും അദ്ദേഹം കൊടുത്ത ലാൻഡ് മറ്റുള്ളവർക്ക് പാട്ടത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പാട്ടത്തിന് കൊടുത്ത ആളുടെ ഡീറ്റെയിൽസും പേരും, എത്ര വാങ്ങി എത്ര കൊടുത്തു, ഇത്രയും റെക്കോർഡുകളാണ് ഡൂംസ്ഡേ ബുക്കിൽ അടങ്ങിയിട്ടുള്ളത്. ഒരു വലിയൊരു ബുക്കാണ്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ലാൻഡ് പോളിസിനെ കുറിച്ചുള്ള, ആര് വാങ്ങി, എന്ത് വാങ്ങി, എത്ര കൊടുത്തു, എത്ര വാങ്ങി, അത്തരത്തിലുള്ള എല്ലാ റെക്കോർഡും ആ ഡൂംസ്ഡേ ബുക്കിലാണ് വില്യം ഒന്നാമൻ റെക്കോർഡ് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഇമ്പോർട്ടൻസ്, ഹിസ്റ്ററിയിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാവുന്ന ഒരു മോണുമെന്റ് അല്ലെങ്കിൽ ഒരു പുസ്തകമായി, ഒരു റെക്കോർഡ് ബുക്കായിട്ട് മാറിയിരിക്കുകയാണ് ഡൂംസ്ഡേ ബുക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് വില്യം ഒന്നാമൻ ബ്രിട്ടനെ ഇൻവേഡ് ചെയ്ത് വന്നിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതൊക്കെ നമുക്കിനി വിശദമായിട്ട് ഇനി വരുന്ന യൂണിറ്റുകൾ നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, സോ അപ്പോഴൊക്കെ നിങ്ങൾ ഈ മോണുമെന്റിന്റെ പേരുകളൊക്കെ നിങ്ങൾ പഠിക്കും. അതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് അല്ലേ, ഹിസ്റ്ററി അല്ലേ. സോ എന്തായാലും നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ നമുക്കിനി അടുത്ത ഹിസ്റ്റോറിക്കൽ മോണുമെന്റിനെ പറ്റി നോക്കാം. സെന്റ് പൗൾസ് കത്തീഡ്രൽ. ഒരു കത്തീഡ്രലാണ്, ഒരു പള്ളിയാണ്. ഈ പള്ളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലണ്ടനിലാണ് സ്ഥിതി ചെയ്യുന്നത്, സെന്റ് പൗൾ കത്തീഡ്രൽ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കാലഘട്ടത്ത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള, അതായത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് ആയി മാറിയിരിക്കുകയാണ് സെന്റ് പൗൾ കത്തീഡ്രൽ എന്ന് പറയുന്നത്. ഇത് നിർമ്മിച്ച ആളും, അതായത് ഈ ഒരു കത്തീഡ്രല് നിർമ്മിച്ചതും ഡിസൈൻ ചെയ്തതും ഒരേ ഒരു വ്യക്തിയാണ്, അതായത് സർ ക്രിസ്റ്റഫർ റെൻ. സർ ക്രിസ്റ്റഫർ റെൻ ആണ് ഈ കത്തീഡ്രൽ, അതായത് ഈ ലണ്ടനിലുള്ള ഈ സെന്റ് പൗൾ കത്തീഡ്രലെ ഡിസൈൻ ചെയ്തതും നിർമ്മിച്ചതും ഇദ്ദേഹമാണ്. മനസ്സിലായല്ലോ? ആക്ച്വലി ഈ ഒരു കത്തീഡ്രൽ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ തന്നെ സ്ട്രക്ചറുകളെ മറ്റുള്ള ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു മാസ്റ്റർ പീസ് ഐറ്റം ആയിട്ടാണ്, ആക്ച്വലി അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ സെന്റ് പൗൾ കത്തീഡ്രലെ കാണുന്നത്. അതായത് റിലീജിയസ് പ്ലേസ് ആണല്ലോ, റിലീജിയസ് പ്ലേസ് മാത്രമായിട്ടല്ല കാണുന്നത്. അതായത് ഇതിന്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻസ് മറ്റുള്ളവരെ കാണിക്കാൻ അത്രയും ഒരു മാസ്റ്റർ പീസ് ഐറ്റം ആണ്. ഇംഗ്ലണ്ടിന്റെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോണുമെന്റ് ആയിട്ടാണ് സെന്റ് പൗൾസ് കത്തീഡ്രൽ, ലണ്ടനിലുള്ള സെന്റ് പൗൾസ് കത്തീഡ്രൽ നമ്മൾ ഇന്നും കണ്ടുവരുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് ഒരുപാട് പരിപാടികളാണ് ഈ സെന്റ് പൗൾസ് കത്തീഡ്രൽ ഈ ഒരു പള്ളിയിൽ നടക്കുന്നത്. അതായത് നാഷണൽ ആയിട്ടുള്ള പരിപാടികൾ, പ്രോഗ്രാംസ് എല്ലാം തന്നെ, ആഘോഷങ്ങൾ, മറ്റു പല ആഘോഷങ്ങളെല്ലാം തന്നെ ഈ ചർച്ചിൽ, ഈ ഒരു കത്തീഡ്രലിൽ വെച്ച് നടത്താറുണ്ട്. സോ മനസ്സിലായല്ലോ? ഇത്രയും ഞാൻ പറഞ്ഞ പാഠം, ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ബേസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഹിസ്റ്ററി ആയിട്ട് മുന്നോട്ട് പോകാൻ ഒരിക്കലും പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന ലെസൺസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കൺഫ്യൂഷൻ വരും, ഷുവർ ആണ്. പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക, കേട്ട് മനസ്സിലാക്കി നിങ്ങൾ ആ ലേണിംഗ് മെറ്റീരിയൽ എടുത്തൊന്ന് വായിച്ചൊന്ന് റെഫർ ചെയ്യാൻ നോക്കുക. എന്നാൽ മാത്രമേ മറ്റുള്ള സബ്ജക്റ്റുകൾ പോലെയല്ല, ഹിസ്റ്ററി നമുക്ക് എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഹിസ്റ്ററി. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കി എടുക്കണം. കാരണം ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നമുക്കിനി എക്സാം ഒക്കെ ഒരുപാട് ഇനി വരാൻ കിടക്കുകയാണ്. സോ അതിനൊക്കെ നമുക്ക് നന്നായി എഴുതാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ മനസ്സിലാക്കി എടുക്കുക. അതിനുശേഷം തന്നെ നിങ്ങൾ ആ ലേണിംഗ് മെറ്റീരിയൽ എടുത്തൊന്ന് വായിച്ചു നോക്കുക, വായിച്ച് മനസ്സിലാക്കുക, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുക. ഓക്കെ, സോ ഇനി അടുത്ത ഒരു ലെസണുമായി കാണുന്നവരെ ബൈ.